UDF-ന്റെ കൂട്ടായ വിജയം എന്ന് പറയുമ്പോൾ അവരെങ്ങനെ ആഘോഷ പരിപാടികളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആഘോഷങ്ങളാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. വിഷ്ണു സുരേഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അതേക്കുറിച്ച് കൂടുതൽ പറയാൻ. വിഷ്ണു, ഈ തുടക്കം മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നേതൃമാറ്റം എന്നുള്ള ഒരു കാര്യം കൂടെ KPCC പ്രത്യേകിച്ച് കോൺഗ്രസിനെ പറ്റി അത് എടുത്തു പറയണം എന്ന് തോന്നുന്നു. വലിയൊരു മാറ്റം വന്നിട്ട് ആദ്യം വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള ഇപ്പോൾ ഈ അൻവർ ഫാക്ടറൊക്കെ ആണെങ്കിലും ചില ഭിന്ന സ്വരങ്ങളൊക്കെ അവിടെ ഇവിടെ കേട്ടെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ, തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ അത് ബാധിക്കരുതെന്ന് എല്ലാവർക്കും വളരെയധികം ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നത് പോലെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യം മുതൽ നോക്കിയാൽ അത് കാണാൻ കഴിയും. ആ ഒരു കൂട്ടായ്മ, അതുപോലെ യുവാക്കൾ ഒരുമിച്ച് നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ പുറകിൽ നിന്ന് മുതിർന്ന നേതാക്കൾ നിർദ്ദേശം കൊടുക്കുന്നു. ആ രീതിയിൽ ഒരു കൂട്ടായ്മ, അത് തന്നെ അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടി എന്നുള്ളതാണ്. ആ രീതിയിൽ നോക്കിയാൽ അവരിത് അർഹിക്കുന്ന ഒരു വിജയം തന്നെ. അതിന്റെ ഒരു ആഘോഷ തിമിർപ്പിലാണ് അവർ. സ്മിത, നിലമ്പൂരിൽ പിണറായിസവും അതോടൊപ്പം അൻവറിസവും അല്ല, ആര്യാടനിസം വർക്കായി എന്നുള്ളതാണ് ഈ വിജയം കാണുന്നത്. എനിക്ക് ചുറ്റും നിൽക്കുന്ന ഈ ആളുകൾ, ഇവർ കഴിഞ്ഞ 21 ദിവസമായി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ആ പ്രവർത്തനം ഫലം കണ്ടു. വലിയ വിജയം ആര്യാടന് നേടിക്കൊടുക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് ചെറുതല്ല. ഇവരുടെ പങ്ക് ദൃശ്യങ്ങൾ കാണാം. ഇവരുടെ പങ്ക് ചെറുതല്ല. വലിയ ആവേശത്തിലായിരുന്നു അല്പസമയം മുമ്പ് വരെ ഇവരുണ്ടായിരുന്നത്. ഈ വിജയത്തെ എങ്ങനെയാണ് നോക്കുകയാണ്? ഈ വിജയത്തെ എങ്ങനെയാണ് അതായത് നേരത്തെ ഒരു റൗണ്ട് ആഘോഷം കഴിഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോഴും ആഘോഷം തുടരുകയാണ്. കാരണം പ്രധാനമായും കഴിഞ്ഞ 22 ദിവസങ്ങൾ വീടുകൾ കയറി വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പുതിയ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെ UDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവലംബിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവലംബിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് എല്ലാ പഞ്ചായത്തുകളിലും, പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊക്കെ ഒരുപക്ഷെ പോത്തുകല്ല് പോലെ LDF-ന്റെ ശക്ത കേന്ദ്രങ്ങളിലൊക്കെ UDF-ന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചത്. ആദ്യഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ UDF-ൽ ഒരു ഐക്യമില്ലായ്മ ഉണ്ടാകും എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയരുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. വളരെ ഒറ്റക്കെട്ടായി കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. അത് ഈ പ്രവർത്തകരുടെ ഒരു മികവുറ്റ ഇടപെടലാണ്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ വിജയം? നിങ്ങൾ കഴിഞ്ഞ 100% വിജയം, 100% വിജയമാണ്. 2026 നിയമസഭ ഞങ്ങളുടെ കയ്യിലായിരിക്കും, UDF-ന്റെ കയ്യിലായിരിക്കും. UDF-ന്റെ മുഖ്യമന്ത്രിയായി നിറഞ്ഞിരിക്കും. 2026 മുഖ്യമന്ത്രി പാർട്ടി തീരുമാനിക്കും, UDF തീരുമാനിക്കും. അടുത്ത 26 UDF തീർച്ചയായിട്ടും അധികാരത്തിൽ വരും. വിരുദ്ധ വികാരമായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ പോലെ നിലമ്പൂരിന്റെ മണ്ണില് ജനം വിധി എഴുതി ഐക്യജനാധിപത്യ മുന്നണിയും UDF ശക്തരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അൻവർ ഒരു ഫാക്ടർ ആയിട്ടുണ്ടോ? അൻവർ കുറെ ഒട്ടും ഫാക്ടറായെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അൻവർ ഒരിക്കലും ഫാക്ടറല്ല. ഞങ്ങൾ വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ വിജയിച്ചത്. അത് ഇവിടുത്തെ പ്രവർത്തകരുടെ അനുകൂലമായ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ്. ഈ അൻവർ ഒരു ഫാക്ടറായിരുന്നു. 20,000-ഓളം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നഗരസഭാ കൗൺസിലറാണ്. മതേതരത്വത്തിന്റെ വിജയമാണിത്. തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തിട്ടാണ്, എല്ലാ വിഭാഗങ്ങളുടെ വോട്ടും നേടിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോയത്. അത് ഈ പ്രവർത്തകരുടെ കൃത്യമായ ഇടപെടലും അവരുടെ പ്രവർത്തനവുമാണ്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വലിയ ആഘോഷത്തിലാണ് UDF പ്രവർത്തകർ ഉള്ളത്. ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ വലിയ ആഘോഷത്തിലാണ്. പടക്കം പൊട്ടിച്ചും പ്രകടനങ്ങൾ നടത്തിയുമൊക്കെയുള്ള മണ്ഡലത്തിലുടനീളം ആഘോഷങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ലീഗിന്റെ കൂടി തിളക്കമാർന്ന വിജയമാണ്.